ഇന്ന് നമുക്കൊരു ചെന്നൈ സ്റ്റൈൽ മീൻകറി ആയാലോ. നല്ലൊരു കേരച്ചൂര കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കടായി അടുപ്പത്ത് വെച്ച് അതിൽ കടുക്, ഉലുവ, ജീരകം ഇത് മൂന്നും കൂടെ ആദ്യം ഒന്ന് വറുത്തെടുക്കും. വറുത്തെടുത്തിട്ട് നമ്മൾ അതിനെ വാങ്ങി വെച്ച് ബാക്കി ഇനി അടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും കടായി അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിനെ ഒന്ന് പൊട്ടിച്ചെടുക്കും. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇത്രയും ചെറുതായി അരിഞ്ഞ് വെച്ചേക്കാണ്. നമുക്ക് ആദ്യം വെളുത്തുള്ളി ഒന്ന് ഇട്ട് അതിനെ വഴറ്റിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും ഇട്ട് വഴറ്റുന്നതായിരിക്കും. ഇഞ്ചി ഇട്ട് വഴറ്റിയിട്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും സവാള ഇടുന്നതായിരിക്കും. സവാള ഇട്ട് വഴറ്റി അതിന് നന്നായിട്ട് അതിൻ്റെ നമുക്ക് കാണുമ്പോഴറിയാം നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമ്മളതിനെ ഗോൾഡൻ കളർ ആകുന്നിടം വരേക്കും നമ്മൾ നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏതാണ്ട് നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അടുത്ത ആളെ ഒന്ന് ചേർത്താലോ. നമുക്കപ്പം ടൊമാറ്റോ എന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ടൊമാറ്റോനെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. 2 ടൊമാറ്റോയാണ് എടുത്തേക്കുന്നത്, ചെറിയ 2 ടൊമാറ്റോ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കണം. ചെറിയ സവാള 3 എണ്ണം എടുത്തേക്കുന്നത്, 2 പച്ചമുളക് എടുത്തായിരുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു. വെളുത്തുള്ളി ഒരെണ്ണം, ഒരു ചെറിയ കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടു. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. അതിന് ശേഷം കാശ്മീരി ചില്ലിയാണ് 1 ടേബിൾ സ്പൂണും കൂടി ഇടുന്നത്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പുളിവെള്ളം ആഡ് ചെയ്ത് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കുടംപുളി അതിൽ ചേർത്തു. കുടംപുളി ചേർത്ത് ഒന്ന് വഴറ്റും. ആ പുളിവെള്ളത്തിൽ ഇങ്ങനെ മുളക് പൊടിയും നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം കൂടെ കിടന്ന് അങ്ങനെ ഒരു പണിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും കേട്ടോ. ആ മണം കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് വായിൽ വെള്ളം വരും. ഇതിന് കല്ലുപ്പാണ് യൂസ് ചെയ്തത്. കല്ലുപ്പിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി കൊടുക്കും. കുറച്ച് വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ കൊടുക്കും. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീനിനെ നമ്മൾ അതിലേക്ക് പെറുക്കിയിടും. എന്നാലേ ആ മസാലയൊക്കെ കയറി നമ്മുടെ മീനിൽ പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ തിളയ്ക്കാൻ കൊടുക്കുന്നത്. തിളയ്ക്കാൻ കൊടുത്തതിന് ശേഷം ഈ മീനെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് അതിനെ മീനും കറിയും മസാലക്കറിയും എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് അതിങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു മണം വീണ്ടും നമ്മുടെ മൂക്കിലേക്ക് അടിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് വയറ് വിശക്കാൻ തുടങ്ങും. അങ്ങനെ നല്ലൊരു തിള വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ആ പൗഡർ ഉണ്ടല്ലോ, കടുകും ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ആ പൗഡർ അതെടുത്ത് അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറണം. എന്നിട്ട് അടച്ചു വെക്കുക. അടിപൊളി മീൻകറി റെഡി. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.